ലഹരി എല്ലാ തിന്മകളുടെയും മാതാവ് എന്ന ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദരവായ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യം എന്നത് എല്ലാ മോശത്തരങ്ങളുടെയും മാതാവാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, മനുഷ്യരാണ്. ശതകോടിക്കണക്കിന് വരുന്ന ഇലാഹായ റബ്ബിന്റെ സൃഷ്ടികളിൽ അള്ളാഹു പ്രത്യേകം ആദരിച്ചിരിക്കുന്ന വിഭാഗമാണ് മനുഷ്യരെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജന്തുജാലങ്ങൾക്ക് അള്ളാഹു നാക്കും കണ്ണും മൂക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യരും അള്ളാഹു കണ്ണ് തന്നിട്ടുണ്ട്, മൂക്ക് തന്നിട്ടുണ്ട്, നാക്ക് തന്നിട്ടുണ്ട്, കൈകാലുകൾ തന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ മൃഗങ്ങൾക്കും കൊടുത്തതുപോലെയുള്ളതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് തന്നിരിക്കുന്നത്. ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അതിനെന്ത് വേണമെങ്കിലും കാണാൻ കഴിയുമെങ്കിലും ആ കാണുന്നതിന്റെ യാഥാർത്ഥ്യത്തെയോ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതിനെയോ പരിപൂർണമായ അർത്ഥത്തിൽ കാണാൻ ഒരു മൃഗത്തിന് സാധിക്കുകയില്ല. ഉദാഹരണത്തിന്, ഒരു കുതിരയുണ്ടെങ്കിൽ ആ കുതിര പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ രണ്ടാമതൊരു കുതിര വന്നാൽ ഇതെന്നെ പോലെ ഒരു കുതിരയാണ്, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ 2 കുതിരകളുണ്ട് എന്നൊന്നും കുതിരക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നത് മലയാളമാണ്, ഹിന്ദിയാണ്, ഉറുദുവാണ്, ഭാഷയാണ്, എന്നോടെന്തോ പറയുകയാണ്, വെള്ളം കുടിക്കാനാണ്, വരാനാണ് പറയുന്നത്, ഇതൊന്നും കേൾക്കാൻ, ആ കേട്ട് മനസ്സിലാക്കാൻ മൃഗങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ അല്ലാഹു കൊടുത്തിരിക്കുന്ന അവന്റെ കണ്ണ്, അവന്റെ മൂക്ക്, അവന്റെ നാക്ക്, അവന്റെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നത് അവന് ഹൃദയം എന്ന് പറയുന്ന അമൂല്യമായ വലിയ ഒരു നിഅമത്ത് കൊടുത്തതിന് ശേഷമാണ്. പടച്ചറബ് പറയുന്നു, എല്ലാ ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യതിരക്തനാക്കുന്നത് അവന് ഞാൻ ചിന്താശേഷി കൊടുത്തിട്ടുണ്ട്, അവന് ഞാൻ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവനൊരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരാട് എല്ലാ സമയത്തും കഴിക്കുന്നത് പുല്ലാണ്. ലോകത്ത് ഇതേവരെ ആട് പ്രസവിച്ച് വന്ന് അവരിങ്ങനെ കണ്ടെത്തി അല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് ഇറച്ചിയൊക്കെ ഇട്ട് കറി വെച്ച് പുല്ലിന്റെ കൂടെ കുഴിമന്തിയായിട്ട് കഴിക്കുന്ന സ്വഭാവം ആടിനില്ല, ബീഫിനില്ല, ഒരു ജീവിക്കും അതില്ല. അവറ്റകൾക്കത് സാധിക്കില്ല. എന്നാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചിരുന്ന ഭക്ഷണമല്ല ഇന്ന് നമ്മൾ കഴിക്കുന്നത്. മനുഷ്യൻ അവന്റെ ചിന്ത കൊണ്ട് ഓരോന്ന് പരീക്ഷിച്ച് അതിലൊക്കെ പുതിയ ഭാവങ്ങൾ കണ്ടെത്തി അത് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളുകൾ ഉണ്ടാക്കുന്ന വീടല്ല ഇന്ന് മനുഷ്യർ വെക്കുന്നത്. ഇന്ന് ചുമരുകൾക്ക് പകരം ഗ്ലാസ്സാണ്. പഴയ ആളുകൾ ചിന്തിച്ചു പോകും, പടച്ചോനെ ഇത് പൊട്ടിപ്പോയാൽ ആ പൈസ ബാത്തിലായല്ലോ. ആ കാലത്ത് ആളുകൾ ഗ്ലാസ് വെച്ചില്ല. ഇന്നത്തെ ആളുകൾ ഗ്ലാസ് കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസൃതമായി വരുന്ന ആളുകൾക്ക് അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ബോധവും ബോധ്യവും തിരിച്ചറിവും വിവേകവും അല്ലാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യന് മാത്രമേ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ. അല്ലാഹു അവന്റെ നരകത്തിൽ ഒരുപാട് ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഒരുപാട് ജിന്നുകളും ഇൻസുകളും നരകത്തിലുണ്ട്. എങ്ങനെയാണ് അവർ ആ നരകത്തിലേക്ക് എത്തിയത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ.
അവർക്ക് അല്ലാഹു ഹൃദയങ്ങൾ കൊടുത്തിരുന്നു, ആ ഹൃദയങ്ങൾ കൊണ്ട് അവർ ചിന്തിച്ചില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് അല്ലാഹു കാണാനും കേൾക്കാനും കഴിയുന്ന കണ്ണും കാതും അല്ലാഹു കൊടുത്തിരുന്നു. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, പക്ഷേ ആ കണ്ണുകളെ കൊണ്ട് യാഥാർത്ഥ്യം കാണാൻ അവർ തയ്യാറായില്ല. ആ കാതുകൊണ്ട് ഏതാണ് കേൾക്കേണ്ടത് എന്ന് കേൾക്കാൻ അവർ തയ്യാറായില്ല. അപ്പോൾ ആ മനുഷ്യർ ഉലൈക കൽ അൻആം, സ്ഥലകാല ബോധമില്ലാത്ത നാൽക്കാലികളെ പോലെ, മൃഗങ്ങളെ പോലെ അധപതിച്ചവരായി. അതല്ല, ബൽഹും അളല്ല, അതിലേറെ നീചനായി, അതിലേറെ മോശവാനായി. ഒരു മൃഗം പോലും ചെയ്യാൻ മടിക്കുന്നത്, ചെയ്യാൻ മടിക്കാത്ത രീതിയിൽ അധപതിച്ച അപകടകാരിയായി മനുഷ്യൻ തരം താഴ്ന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അതവന്റെ ബുദ്ധിയും ചിന്തയും വിവേകവും തിരിച്ചറിവും നഷ്ടപ്പെടുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു മനുഷ്യന്റെ വിവേകവും ചിന്തയും ബുദ്ധിയും നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ സംഗതികളും തനിച്ച ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ മദ്യവും ഹറാമാണ്. എല്ലാ മത്തു പിടിപ്പിക്കുന്ന സംഗതികളും തനിച്ച ഹറാമാണ്. എന്താണ് ഇതിന് കാരണം? അവനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ രഹസ്യങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഇലാഹായ തമ്പുരാന്റെ ഔന്നിത്യത്തെ തിരിച്ചറിയുവാനും, അതുകൊണ്ട് ബുദ്ധിയോടെ ചിന്തിച്ച് പടച്ച റബ്ബിനെ കണ്ടെത്തി ആ റബ്ബിന് വണങ്ങാനും ഇബാദത്ത് എടുക്കാനുമാണ്. എന്നാൽ ആ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്റെ മനസ്സിനെ മത്തുപിടിപ്പിക്കുന്ന എല്ലാത്തിനെയും അവൻ ഒഴിവാക്കിയേ മതിയാകൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം. ഇല്ല എങ്കിൽ അവൻ നാൽക്കാലിയെ പോലെയാകും, അതല്ല അതിലേറെ ഉപദ്രവകാരിയാകും. ഒരു കാട്ടിലുള്ള പുലിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭീമാകാരമായ വലിയ സൃഷ്ടിയാണ്. എന്നാൽ ആ പുലി എല്ലാ ആടുകളെയും ആക്രമിക്കുക, എല്ലാ മൃഗങ്ങളെയും ആക്രമിക്കുക, അവിടെ കാണുന്നതൊക്കെ നശിപ്പിക്കുക, ഇതൊരു പുലി ചെയ്യൂല. പുലിക്ക് വിശക്കുന്ന സമയത്ത് പുലി നോട്ടമിട്ടിരിക്കുന്ന ഒരു ആടിനെ ഓടിച്ചിട്ട് പിടിച്ച് കഴിച്ച് വിശപ്പടക്കിയാൽ അത് അതിന്റെ പാട്ടിനു പോകും. അല്ലാതെ കാണുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുന്ന സ്വഭാവം ഒരു പുലിക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല, ഒരു മൃഗത്തിനും അല്ലാഹു കൊടുത്തിട്ടില്ല, ഒരാളെയും അങ്ങനെ ആക്രമിക്കാനുള്ളത് കൊടുത്തിട്ടില്ല. എന്നാൽ മനുഷ്യൻ മൃഗമായി അധപതിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ലക്കുകെട്ട് അവൻ കാണുന്നതെല്ലാം അടിച്ച് തൂഫാനാക്കി നശിപ്പിക്കുന്ന കാഴ്ചയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൽ വളരെ ചർച്ചയായ ഒരു സംഭവം ഉണ്ടായിരുന്നു. പത്രങ്ങൾ മുഴുവനും പറഞ്ഞ ഒരു വല്ലാത്ത സംഭവം. മദ്യപിച്ച് കഞ്ചാവടിച്ചിട്ട് ലക്ക് കെട്ടിയ കുട്ടിയെ വീട്ടിൽ പൂട്ടിയിട്ട് വീട്ടിലുള്ളവർ ഇവനിൽ നിന്ന് സുരക്ഷ തേടി പുറത്തു പോയപ്പോ കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് ആ വീടിന്റെ ഭിത്തി അവൻ കുത്തിപ്പൊട്ടിച്ചു, എല്ലാ പാത്രങ്ങളും നശിപ്പിച്ചു, എല്ലാ ടൈലുകളും നശിപ്പിച്ചു, വിലപിടിപ്പുള്ളതെല്ലാം നശിപ്പിച്ചു. 1 മുതൽ തുടങ്ങേണ്ട സാഹചര്യത്തിലുള്ളത് മുഴുവനായും അങ്ങ് തകർത്ത് കളഞ്ഞു. ഇതൊരു ജീവിയും ദുനിയാവിൽ ചെയ്യൂല, അധപതിച്ച മനുഷ്യനല്ലാതെ. എന്നാൽ ഇന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നാൽക്കാലിയോ മൃഗമോ അല്ല, അവന് അതിനേക്കാളും അവൻ നീചനായി പോകും. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സ്വന്തം ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ, സ്വന്തം പെങ്ങളെ തിരിച്ചറിയാത്ത മക്കൾ, ഒരു മനുഷ്യന്റെ ജീവന് വില കൊടുക്കാത്ത മക്കൾ, താൻ തോന്നിയായി
തന്നിഷ്ടപ്രകാരം എല്ലാം അങ്ങ് ചെയ്തു തീർക്കുന്ന, എവിടെയോ ബുദ്ധി നഷ്ടപ്പെട്ടു പോയ തനി ശൈത്താന്മാരുടെ സ്വഭാവത്തിലേക്ക് മക്കൾ അധപതിച്ചു പോകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പരാക്രമങ്ങളാണ്. ഇന്ത്യയിൽ നടക്കുന്ന 30% മരണങ്ങളും ലഹരിയുടെ പിന്നിൽ പോയിട്ടുള്ള മരണമാണെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയാണ്. അതിന് മാത്രം വ്യാപകമായിരിക്കുകയാണ് ഈ ലഹരി. ഇത് കിട്ടാതെ വരുമ്പോൾ അവൻ പരാക്രമിയാവുകയാണ്. കണ്ണിൽ കാണുന്നതെല്ലാം അവനെ നശിപ്പിക്കുകയാണ്. അവന്റെ ഉള്ളിലുള്ള മമതയും വാത്സല്യവും കരുണയും സ്നേഹവും എല്ലാം പറിച്ചു നടപ്പെട്ട് അവൻ ഒരു ധമ്മാടിയായി പരാക്രമിയായി അധപതിച്ചു പോകുന്നതാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ കഴിയുക. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അതിമനോഹരമായ ഒരു ആയത്ത് നബിയോട് പറഞ്ഞു കൊടുക്കുന്നു. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹ് വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ وختم على سمعه وقلبه وجعل على بصره غشاوة. മടിത്തട്ടിലൂടെ വളർത്തി വരുന്ന പൊന്നോമന മക്കളിലൂടെ സ്വപ്നം കണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഇന്നത്തെ ഈ ഒരു സംസാരം വളരെ ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിച്ച് കേൾക്കണേ. പരിശുദ്ധ ഖുർആനിൽ മുത്തുനബിയോട് അല്ലാഹു പറയുകയാണ്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹ്. സ്വന്തം താല്പര്യങ്ങളെയും ഇച്ഛയെയും ആഗ്രഹങ്ങളെയും ദൈവതുല്യമായി കൊണ്ട് നടക്കുന്നവരെ അങ്ങ് കാണുന്നില്ലയോ നബിയേ? അവരടിമപ്പെടുന്നത് അവരുടെ താല്പര്യങ്ങൾക്കാണ്. അവരാരാധിക്കുന്നത് അവരുടെ തോന്നലുകളെയാണ്. അവര് പോകുന്നത് അവരുടെ വികാര വഴികൾക്കനുസരിച്ചാണ്. വേറെ ഒരാളുടെയും താല്പര്യങ്ങൾക്ക്, ഒരാളുടെ അഭിമാനത്തിന്, ഒരാളുടെ അവകാശത്തിന്, മറ്റൊരാളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു നയാ വിലയും കൊടുക്കാതെ അവനവന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ മാത്രമങ്ങ് കടന്നു പോകുന്ന ആ ഇച്ഛകളെ, താല്പര്യങ്ങളെ തമ്പുരാനായി പരിഗണിക്കുന്നവരെ അങ്ങ് കാണുന്നില്ലയോ നബിയേ? അല്ലാഹു പറയുന്നു, വഅദല്ലഹുല്ലാഹു അലാ ഇൽമ. അവനെ അല്ലാഹു വഴികേടിലാക്കിയിരിക്കുകയാണ്. അവൻ ബോധമുള്ളവനായിരുന്നു, എന്നാൽ ആ ബോധത്തെ അല്ലാഹു എടുത്തു കളയുകയാണ്. അവനവന്റെ വഴികളിലൂടെ പോകുന്നവന്റെ ബോധത്തെ അല്ലാഹു അങ്ങ് എടുത്തു കളയുകയാണ്. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, വഖതമ അലാ സമഇഹി. അവന്റെ കാതിന് സീല് വെച്ചിരിക്കുന്നു, അവന്റെ കണ്ണിൽ അല്ലാഹു ഒരു മൂടി വെച്ചിരിക്കുന്നു. ഉമ്മയെ ഉമ്മയായിട്ട് കാണാൻ അവൻ അറിയൂല. ഒരു ഉപദേശവും ഉപദേശമായി ഉൾക്കൊള്ളാൻ അവന് കഴിയൂല. ഞാൻ പറയുന്ന വഴിയിലേ ഞാൻ പോവുകയുള്ളൂ എന്ന മട്ടിൽ അവനങ്ങ് ആയിത്തീരുന്നത് അങ്ങ് കാണുന്നില്ലയോ നബിയേ? ഈ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം. മദ്യപാനവും മദിരാശിയും ചൂതാട്ടവും കളിയാട്ടവും എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഗാംബ്ലിംഗ് കളികൾ നടത്തുന്നതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അത് പിശാചിന്റെ തനിച്ച പ്രവർത്തികളിൽ പെട്ടതാണ്. മദ്യപാനം പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. മദ്യപാനം പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് പരിശുദ്ധ ഖുർആൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. രണ്ട് ലോകത്തും നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ അത് നിങ്ങൾ അങ്ങ് ഉപേക്ഷിക്കണേ. ദുനിയാവും ആഖിറവും വേണമെങ്കിൽ ഈ മദ്യത്തെ അങ്ങ് നിങ്ങൾ ഒഴിവാക്കി മാറ്റി നിർത്തണം. ദുനിയാവിന് നല്ല ഒരു ജോലി ലഭിക്കണമെങ്കിൽ,
ഒരു നല്ല അന്തസ്സുള്ള മനോഹരമായ കുടുംബ ജീവിതം നേടണമെങ്കിൽ, ഉദാത്തമായ മാതൃകായോഗ്യമായ വിജയപ്രദാനം നേടുന്ന വഴിയിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ അവന്റെ വ്യക്തിത്വം നന്നാവണം. ഒരു മദ്യപാനിക്ക് വ്യക്തിത്വമേ ഇല്ല. എത്ര കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോ കെട്ടാൻ വരുന്നത് ലേശം മദ്യപിക്കും പറഞ്ഞ് നമ്മൾ കെട്ടിച്ചു കൊടുക്കും. എല്ലാം കൊണ്ടും ഒത്തു. ആള് ചെറിയൊരു പോരായ്മ, ഈ കാലത്ത് അതൊരു പോരായ്മ അല്ല, ഇടക്ക് ഒരു ചെറിയ കള്ള് കുടിക്കും. അൽഹംദുലില്ലാ, അത് തരക്കേടില്ല നമ്മൾ പറയോ? അത് നമ്മൾ പറയൂല. കാരണം അവന് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് നമുക്കറിയാം. അവനിൽ നിന്ന് എന്തും എന്റെ മകൾക്ക് സംഭവിക്കാമെന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എന്തിനേറെ 5 വയസ്സ് കഴിഞ്ഞത് മുതൽ, എന്തിനേറെ 10 വയസ്സ് കഴിഞ്ഞത് മുതൽ ഒരു സ്കൂളിന്റെ വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് എത്തി മനോഹരമായി ഓടിച്ചാടി കളിച്ചു നടക്കുന്ന ആ പ്രായത്തിലുള്ള മക്കൾ വരെ ഇന്ന് ലഹരിയുടെ കെണിയിൽ പെട്ടുപോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ തിരുവല്ലയിൽ ഒരു വാപ്പയെ പിടികൂടി. 39 വയസ്സുള്ള ആളാ. അയാള് MDMA എന്ന് പറയുന്ന മാരകമായ സിന്തറ്റിക് ലഹരിയുടെ കച്ചവടം നടത്തുകയാണ്. എങ്ങനെയാണ് അയാൾ ആ കച്ചവടം നടത്തുന്നത് അറിയോ? 10 വയസ്സുള്ള മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചിട്ട്. പോലീസുകാർക്ക് സംശയം തോന്നുമോ? 10 വയസ്സുള്ള പൈതലിന്റെ പുറത്ത് ഒട്ടിച്ചു വെച്ച ലഹരിയുടെ പദാർത്ഥം ആ മകന് വിൽപ്പന ചരക്കാക്കി വിൽക്കുന്ന ഒരു തന്ത എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി എത്രത്തോളം അധപതിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വാളയാറ് ചെക്ക് പോസ്റ്റില് ഒരു അമ്മയും ഒരു കുഞ്ഞും ഒരു അച്ഛനും പിടികൂടപ്പെടുന്നത്. ബൈക്കിൽ വരികയാണ്, പോലീസുകാര് തടഞ്ഞു നിർത്തി. ചെക്കിങ് നടന്നു. ആ സമയത്ത് പറഞ്ഞു, സാറേ ഞങ്ങളൊരു കുടുംബാണ്, മനോഹരമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബാണ്, ഞങ്ങൾ എന്തിനു സംശയിക്കണം? പക്ഷേ വരുന്ന മുഴുവൻ വണ്ടികളും ചെക്ക് ചെയ്യാനാണ് ഓർഡർ. ആ അടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ചോര കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുന്ന ആ വിരിയുടെ ഉള്ളിൽ മാരകമായ MDMA പാക്കറ്റുകൾ ഇങ്ങ് നിരന്നു കിടക്കാൻ, അതിന്റെ മീതെയാണ് ഈ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത്. ആരെങ്കിലും സംശയിക്കുമോ? ഒരു നടുറോട്ടിലൂടെ അന്തസ്സായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തെ പോലും സംശയത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ വരെ സ്വന്തം പെണ്ണിനെയും ആ ജീവിതത്തിൽ ലഭിച്ച കുഞ്ഞിനെയും വരെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നു. എന്താണ് കാരണം? അതിന് മാത്രം ഇതിന്റെ വേട്ടയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് പടച്ചറബ് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ശൈത്താനെ കാണുന്നത്, പിശാചിനെ കാണുന്നത്, അവന്റെ പ്രവൃത്തികളെ കാണുന്നത്, അതിനേറ്റവും നല്ല ഉദാഹരണം മദ്യമാണ്, ലഹരിയാണ്, ലഹരിയുടെ പദാർത്ഥങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ യുരീദു ശൈത്വാനു أن يوقع بينكم العداوة والبغضاء في الخمر والميسر. ലഹരിയിലൂടെയും മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. പിശാച് ആകെ നിങ്ങൾക്കിടയിൽ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങൾക്കിടയിൽ തീർത്താൽ തീരാത്ത പകയുണ്ടാക്കുക എന്നതാണ് പിശാച് ലഹരിയിലൂടെ ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ഉമ്മയിൽ നിന്ന് മകൻ എന്നേക്കുമായി അകലാണ്. മാതാവ് പറയാണ്, ചങ്ക് പൊട്ടിയിട്ട് ചാനലിന്റെ മുന്നിൽ കടന്ന് നിലവിളിച്ച് ഉമ്മ പറയാണ്. ആദ്യമൊക്കെ ഉമ്മാന്ന് വിളിച്ച് വന്നിരുന്ന കുട്ടിയെ
മാറോട് ചേർത്ത് പൊന്നുപോലെ നോക്കി വളർത്തി. ഇന്ന് എൻ്റെ മകനുള്ള വീട്ടിൽ ഒരു നേരം എനിക്ക് നിൽക്കാൻ പേടിയാണ്. അല്ലാഹ് പറയുന്നു, മദ്യത്തിലൂടെ കൊടും ശത്രുതയാണ് പിശാച് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വെക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. ഉമ്മയുടെ ശത്രു മകനായി മാറാൻ, മകന്റെ ശത്രു വാപ്പയായി മാറുകയാണ്. സ്വന്തം വാപ്പയോടുള്ള വൈരാഗ്യമല്ലേ 5 കൊലയിൽ സമാപിച്ചത് നമ്മൾ കണ്ടത്. 5 പേരെ കൊന്നുകളഞ്ഞു, സ്വന്തം ചോരകളെയാണ് കൊന്നുകളഞ്ഞത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രയെത്ര കൊലപാതകങ്ങളാണ് ഈ ലഹരിയുടെ പേരിൽ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ പറഞ്ഞതാണ്, മുസ്ലിം വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തിന് ജീവിക്കുന്നവനാണ്. അവന്റെ ഓരോ നേരത്തെ ചിന്തയും അല്ലാഹുവിലൂടെ അല്ലാതെ പാടില്ല എന്ന് പറഞ്ഞ പരിശുദ്ധ മതം. ആ വിശുദ്ധ മതത്തിന്റെ അനുഭാവികൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിരന്തരം അവൻ അല്ലാഹുവിനെ പറയുക എന്നതാണ്. എന്നാൽ അതിനൊന്നും സാധ്യമാകാത്ത വിധം അവന്റെ ബുദ്ധിയും ചിന്തയും മസ്തിഷ്കവും തകിടം മറിഞ്ഞങ്ങ് പോകുന്ന അവസ്ഥയാണ് ഈ ലഹരിയിലൂടെ വന്ന് ഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളാണ്. ആ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഒരു നിസ്സാര സമയത്തേക്ക് മാത്രമേ അളവിൽ കൂടിയാലേ ഒരാളെ ബോധം പോകുമായിരുന്നുള്ളൂ. അത് മാറിയിട്ട് പിന്നെ കഞ്ചാവിലേക്ക് എത്തി. ആ കഞ്ചാവിന്റെ തീവ്രത എന്ന് പറയുന്നതും കുറവായിരുന്നു. എന്നാൽ ഇന്ന് അതികഠിനമായിരിക്കുന്ന MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികളാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. അത് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ 30 മിനിറ്റിന്റെ ഉള്ളിൽ ഇവനാകെ മാറും. അവൻ അബോധാവസ്ഥയിലേക്ക് പോകും. 5 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ ആ ലഹരിയുടെ ഉപബോധ അവസ്ഥ അവന്റെ ഉള്ളിലെന്ന് കുമിഞ്ഞുകൂടി നിൽക്കുമെന്നാൽ അത്രമാത്രം മാരകമായ വിഷമാണ് ഈ MDMA എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര കൃത്യമായാണ് നമ്മൾക്കിത് പഠിപ്പിച്ചു തരുന്നത്. തനി ശൈത്താനാണ്, പിശാചാണ്. ഈ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ കടന്നു വരരുതേ. 8-ാം നൂറ്റാണ്ടിൽ ജാബിർ ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണത്തിലൂടെ ആ മനുഷ്യനാണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറയുന്ന ഈ സംഗതി, ഈ രാസപദാർത്ഥം ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ജാബിർ ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സയന്റിസ്റ്റാണ്. അത് പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്ക് അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റിലൂടെ, പരീക്ഷണത്തിലൂടെ റിസൾട്ട് തട്ടിക്കിട്ടിയ ഒരു സംഗതിയാണ് ഈ ആൽക്കഹോൾ. ഈ ആൽക്കഹോളിന് അറബിയിൽ പറയുന്ന പേര് അൽകുഹൽ എന്നാണ്. എന്താണ് അൽകുഹൽ എന്നറിയുമോ? ആ പദത്തിന്റെ അർത്ഥം തന്നെ ദഡ്ഡവിൽ പിശാച് എന്നാണ്. ആ മനുഷ്യൻ അതിനിട്ട് കൊടുത്ത പേര് ദഡ്ഡവിൽ, ശൈത്താൻ, പിശാച് എന്നാണ് ആൽക്കഹോൾ എന്ന പദത്തിന്റെ അറബി പദത്തിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ആ പേരിടാനുള്ള കാരണം? ഈ ആൽക്കഹോൾ ഒരാളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ബോധം നഷ്ടപ്പെട്ട് പരാക്രമണങ്ങളുടെ വലിയ മുൾമുനയിലേക്ക് അവൻ കടന്നു പോകും. അവനിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം പിശാച് എന്ന പേര് ഇതിന് ഇട്ടുകൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ വളരെ കരുതലോടുകൂടി ജീവിക്കേണ്ട ഒരു കാലമാണിത്. മുക്കിലും മൂലയിലും എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. ലോകത്ത് മിന്നിമറിയുന്ന 1-ാം തരം കച്ചവടമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, അത് ലഹരിയാണ്.
ഒരു കാലത്തും നഷ്ടം വരാത്ത ഒരു കച്ചവടം ലഹരി മാത്രമാണ്. ഒരു കാലത്തും നഷ്ടം വരൂല, ലഹരി മാത്രമാണ്. പ്രത്യേക വിലയുമില്ല. ഇത്ര വിലയാണ് ലഹരിക്ക് എന്ന് ഒരു മാർക്കറ്റിലില്ല. പറയുന്ന വിലക്ക് വിൽക്കപ്പെടുന്ന ഒരേ ഒരു സാധനം അത് ലഹരിയാണ്. ഒരു പാക്കറ്റ് കിട്ടാതെ പരിഭ്രാന്തമായി നിൽക്കുന്ന ആളെ മുമ്പില് ഇതങ്ങ് കാണിക്കുമ്പോ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട വേട്ടമൃഗത്തിന്റെ മുമ്പിൽ ഇരയെ കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ്. അവനോട് ചോദിക്കാൻ, വീടിന്റെ ആധാരം പോയി കൊണ്ടുവന്നാല് ഇത് തരാന്ന് പറഞ്ഞാല് ആരെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണെങ്കിലും ആ ആധാരം കൊണ്ടുപോയി കൊടുക്കും. കാരണം അവന് ഇതല്ലാതെ ജീവിതമില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, സ്വന്തം ഇഷ്ടങ്ങളെ ദൈവമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ കാണും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ എന്തിനേറെ പറയണം, ഈ ആലുവയുടെ തൊട്ടടുത്ത പ്രദേശത്താണ് 4 മണി നേരത്ത് വീട്ടിലേക്ക് കയറി വന്ന് ഉമ്മയോട് പൈസ ചോദിക്കാൻ. മകന്റെ ലക്കുകെട്ട ജീവിതത്തിന്റെ കഥനക്കഥയിൽ തഹജ്ജുദിൽ കിടന്ന് കണ്ണുനീരൊഴുക്കി ഒരു തിരിച്ചുവരവിന് വേണ്ടി ദുആ ചെയ്യുന്ന ആ മാതാവ് നിസ്കാരക്കുപ്പായം എടുത്ത് തഹജ്ജുദിന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴാ സംഭവം. അലമാറിന്റെ താക്കോല് കൊടുത്തില്ല. ഇവൻ തെരഞ്ഞു, കിട്ടിയില്ല. ആ ഒരൊറ്റ ദേഷ്യം കൊണ്ട് കടാരയെടുത്ത് നിസ്കാര കുപ്പായത്തിലുള്ള പ്രിയപ്പെട്ട ഉമ്മാന്റെ കഴുത്തറുത്തു കൊന്നു ഈ മകൻ. അതാണല്ലോ പറയുന്നത്, ഈ കിടക്കുന്നത് എന്റെ ഉമ്മയാണ്, എന്റെ മാതാവാണ് എന്ന ബോധം ഇവന്റെ ഉള്ളിലുണ്ട്. പക്ഷേ ആ ബോധത്തോടുകൂടി ഇവന്റെ ഉള്ളിലുള്ള ലഹരിയോടുള്ള താല്പര്യം അവനെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇലാഹായ പടച്ചതമ്പുരാൻ നമുക്ക് ബോധം തരട്ടെ. ഈ കെണിയിൽ അകപ്പെട്ടാൽ ഏത് തറവാടിന്റെ മക്കളെയും അവസ്ഥ ഇതാണ്. ഏതൊരാളുടെയും ലോകത്തിൽ നിന്ന് കൊഴുക്കപ്പെട്ട് നടക്കുന്ന ഒരേയൊരു കച്ചവടം, ലോകത്ത് നമുക്ക് എണ്ണിയാൽ തീരാത്ത സംഖ്യയുടെ കച്ചവടങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വലിയ വിവാദം തന്നെ ഈ ലോകത്ത് കൊണ്ടുവന്നത് ലഹരിയുടെ ആളുകളാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ കടന്നിട്ടല്ലാതെ ലോകത്തിന്റെ 2 അറ്റങ്ങളിലേക്ക് ചരക്ക് കൈമാറാൻ പറ്റൂല. ഈ ചരക്ക് കൈമാറ്റം നടക്കാൻ യോഗ്യമല്ലാതെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായി നിലയുറപ്പിച്ച ഒരു കാലത്താണ് മുസ്ലിമീങ്ങളുടെ മേൽ തീവ്രവാദം ആരോപിച്ചുകൊണ്ട് അതികഠിനമായ വിധത്തിലുള്ള പ്രഹരമേൽപ്പിക്കുന്ന ഈ ഇസ്ലാമോഫോബിയ തന്നെ കടന്നു വന്നത് ലഹരിയുടെ മാഫിയക്കാരുണ്ടാക്കിയതാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ നാടുകളിലൊക്കെ ഇതിന്റെ മാഫിയയുടെ ആളുകൾ നടക്കുന്നുണ്ട്. അവരിങ്ങനെ പുതിയ ഇരകളെ വലയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പഴയ ആളുകൾ അവർക്ക് ആവശ്യമില്ല. ഇത് വിൽക്കാൻ നടക്കുന്നവർക്കറിയാം ഇവൻ അധിക ആയുസില്ല, ഏറിയാൽ 1 കൊല്ലം. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇവനങ്ങ് തീരും, അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് ജയിലറകളിലേക്ക് പോകും. അതുകൊണ്ട് ഈ കച്ചവടം നിലനിൽക്കണമെങ്കിൽ പുതിയ 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 ആളുകളെ അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് സ്കൂളിന്റെ തൊട്ടു മുമ്പിലൊക്കെയുള്ള ചെറിയ പെട്ടിക്കടകളിലും പോക്കറ്റ് ഷോപ്പുകളിലും പല മിഠായികളും അതിലൊക്കെ ഒളിപ്പിച്ചും രഹസ്യമായിട്ടൊക്കെയാണ് കച്ചവടം നടന്നിരുന്നതെങ്കിൽ ഇന്ന് പരസ്യമാണ്. പ്രത്യേകമായ കോഡുകളിൽ, പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തിരിച്ചറിയണം, കഞ്ചാവ് ഒരു ചെടിയാണ്. ആ ചെടി പ്രത്യേകം ഒരാൾക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും പറ്റും. മദ്യത്തിനും ഒരു വാസനയുണ്ട്. ഒരു ബോട്ടിലേക്ക് സ്കൂളിൽ വന്നാൽ എല്ലാവരും ഇതറിയും. MDMA എന്ന് പറയുന്നതിന് വാസനയില്ല. ഈ സാധനം അരിപ്പൊടി പോലെയാണ് ഉണ്ടാവുക. അരിപ്പൊടി പോലെ നമ്മൾ ഒരു വിരലിങ്ങനെ അരിപ്പൊടിയിൽ മുക്കിയാല്
ആ വിരലിൽ പറ്റിപ്പെട്ട് കിടക്കുന്ന ഈ ചെറിയ തരികളെങ്ങനെ നാവുമലിട്ട് വരസിയാല് അത് മതി 16 മണിക്കൂർ നേരത്തേക്ക് വെളിവില്ലാണ്ട് കിടക്കാൻ. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ഒരു ചായയിൽ പഞ്ചസാരക്ക് തന്നെ വേണമെങ്കിൽ നമ്മൾ 2 സ്പൂൺ ഇടണം. ഇതൊരു സ്പൂണിന്റെ ചെറിയ തെല്ല് മതി ഒരാളുടെ ബോധം മുഴുവനും നഷ്ടപ്പെടാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇതില്ല എന്നങ്ങ് ഉറപ്പിച്ചു പറയാൻ ഈ കാലത്ത് നമുക്ക് കഴിയൂല. പടച്ച റബ്ബ് കാക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അങ്ങനെ വഴുതി പോകുന്ന ഒരവസ്ഥ അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു മദ്യപാനിയിൽ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് കാണാം. അവന് പരസ്പര ബന്ധമില്ലാത്തോരോന്ന് സംസാരിച്ച് അവനുള്ള ഇടങ്ങളിൽ മുഴുവനും ഒരു നശിച്ച വാസനയായിരിക്കും. ഇവൻ മദ്യപാനിയാണെന്ന് വേഗം നമുക്ക് തിരിച്ചറിയാം. ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളെ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരു കഞ്ചാവ് കഴിക്കുന്ന ആളെയും നമുക്ക് വളരെ പെട്ടെന്ന് അതിന്റെ രൂപഭാവ മാറ്റങ്ങൾ അവനിൽ കാണാൻ നമുക്ക് കഴിയും. എന്നാൽ MDMA എന്ന് പറയുന്ന ഈ മാരകമായ വിഷം ഉപയോഗിക്കുന്നവനെ തളർന്ന് ക്ഷീണിച്ച് കിടക്കുന്നു എന്നല്ലാതെ കാണാൻ പറ്റൂല. പാവം പനിയായിരിക്കും, തലവേദന ആയിരിക്കും, ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ കരുതി പുതച്ചു മൂടി കൊടുത്തു പോരുന്നല്ലാതെ ഈ ഉമ്മാക്ക് അറിയൂല കിടക്കുന്നത് ഉള്ളിൽ വേറൊരു സാധനം ചെന്നിട്ടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് ഒരാളുടെ ഉള്ളിൽ എങ്ങനെയാണ് നശീകരണ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. സ്വന്തം മുറിയുടെ ഉള്ളിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആർക്കും ഏത് സമയത്തും ഉപയോഗിക്കാന്നാണ്. ഈ അടുത്ത് നമ്മുടെ തൊട്ട് ജില്ലയോട് ചേർന്നൊരു ജില്ലയിലാണ് ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലാ കുട്ടികളും മയക്കത്തിലാണ്. ഒന്നുപോലും ഒഴിവില്ല. എന്താണ് ഇങ്ങനെ ഒരു അബോധപൂർവമായ ഒരു മയക്കത്തിലേക്ക് മക്കൾ പോയത് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് വെറുതെ സ്കൂളിന്റെ പിറകിലൊന്ന് പോയേക്കാം, ആ ജനലിന്റെ അപ്പുറത്തൊന്ന് പോയേക്കാം. ചെന്നപ്പോ ചെറിയ പാക്കറ്റുകൾ കിടക്കുക. ആണും പെണ്ണും രുചിച്ചു നോക്കി ബോധം പോയി കിടക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊക്കെ എന്ത് കരുതിയിട്ടാണ്, എങ്ങനെയാണ് വിടുക? ഏതർത്ഥത്തിലേക്കാണ് നമ്മൾ പറഞ്ഞേക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനോട് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ദുആ ചെയ്യുകയല്ലാതെ രക്ഷയില്ല. റബ്ബേ, എൻ്റെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ദുആ ചെയ്യുന്ന ദുആ ചെയ്ത് ആ ദുആയുടെ ഒരു കാവലിലേക്ക് കുട്ടികൾ അടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഇത് ഒരാളുടെ ശരീരത്തിലേക്ക് ഈ മാരകമായ ലഹരി ആദ്യം ചെല്ലുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. ആദ്യം ഒരാൾക്ക് ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. ഈ മാഫിയയുടെ ഏജന്റ് ചെന്ന് വെറുതെ കൊടുക്കും. സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, ഇതൊക്കെയാണ് ആ ജീവിതം. ഇതൊന്നും അനുഭവിക്കാതെ രുചിക്കാതെ പിന്നെ ഈ ദുനിയാവിലെ ജീവിതത്തിന് എന്തർത്ഥ എന്നൊക്കെ പറഞ്ഞങ്ങ് വശീകരിച്ച് ആദ്യം ഒരു പാക്കറ്റ് ഫ്രീ കൊടുക്കും. രണ്ടാമത് ഇവൻ ചോദിച്ചു ചെല്ലും, എനിക്കൊന്നുകൂടി തരുമോ? അപ്പോഴും ഇവന് ഫ്രീ കൊടുക്കും. മൂന്നാമതായി ഇവൻ ചോദിക്കുമ്പോൾ പറയും, എപ്പോഴെപ്പോഴും വെറുതെ തരാൻ പറ്റൂല, ഇനി ഇത്ര കാശ് തന്നെങ്കിലേ ഇത് നിനക്ക് തരികയുള്ളൂ. അവിടെ മുതലാണ് എങ്ങനെ പണമുണ്ടാക്കാമെന്ന ചിന്തയിലേക്ക് കുട്ടികൾ കടന്നു പോകുന്നത്. മലപ്പുറം ജില്ലയില് വളരെ ആധികാരികമായി പറഞ്ഞാൽ ഒരു മഹല്ല് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി മെമ്പറുടെ മകനടക്കം പ്രധാനപ്പെട്ട നാട്ടിലെ മുതലാളിമാരുടെ 4 മക്കൾ ചേർന്ന്
ഒരു ജ്വല്ലറിയുടെ പുറംഭാഗം കുത്തി തുറന്ന് കവർച്ച നടത്തി. 4 പേരെയും നേരം വെളുത്തപ്പോഴേക്ക് പിടികൂടി. പോലീസ് അന്വേഷിച്ചപ്പോൾ ആദ്യമായി അവർ പറഞ്ഞത്, ഞങ്ങൾ കാശിന് വേണ്ടിയിട്ടാണ്, പൈസക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്വർണത്തോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് പണമെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നു, ഞങ്ങൾക്ക് മദ്യപിക്കണം, ലഹരി ഉപയോഗിക്കണം, അത് വീട്ടിൽ ചോദിച്ചാൽ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ 4 പേരും ചിന്തിച്ചെടുത്ത ഒരു ഐഡിയയാണ് ഇത് കൊണ്ടുപോയി വിറ്റ് അതിന് കിട്ടുന്നത് വാങ്ങാമെന്നത്. അതാണ് നബി പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. എല്ലാ തമ്മാടിത്തരങ്ങളുടെയും, മുഴുവൻ തമ്മാടിത്തരങ്ങളുടെയും തുടക്കം മദ്യത്തിലൂടെയാണ്, ലഹരിയിലൂടെയാണ്. ലഹരി ഒരാളെ കള്ളനാക്കി മാറ്റുന്നു, ലഹരി ഒരാളെ പിടിച്ചുപറി നടത്തുന്നവനാക്കി മാറ്റുന്നു, ലഹരി ഒരാളെ വളരെ മോശമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു, ആരെയും ആക്രമിക്കാൻ അവന് പ്രേരണ കൊടുക്കുന്നു, എന്തിലേക്കും എടുത്തു ചാടാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏത് തെറ്റുകളും അവൻ ചെയ്തു തുടങ്ങുന്നത് ഈ ലഹരിയിലൂടെയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എത്ര കൃത്യമായി. അങ്ങനെ ഇവൻ അനിയന്ത്രിതമായിട്ട് പണം ചോദിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവൻ എന്തോ ഒരു തകരാറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങനെ പൈസ ചോദിക്കും, കൂട്ടുകാരോട് കടം വാങ്ങിക്കും, നാട്ടുകാരോട് കടം വാങ്ങിക്കും, കിട്ടാവുന്നതൊക്കെ അവൻ എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിക്കും. പാവപ്പെട്ട ഒരു വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ജാതിക്ക തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോ കാണാനില്ല. എവിടെ പോയി ഇതെന്ന് അന്വേഷിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ ഒരാള് ഇത് നേരത്തെ ഒന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റ് ആ പൈസക്ക് ലഹരി അടിച്ചു. ഇതാണ് നാട്ടിലെ അവസ്ഥ. നമ്മുടെ ഈ തൊട്ട് പ്രദേശങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പ്രധാനമായി ചെല്ലുന്ന പരാതികൾ, രാത്രിയിൽ വീട്ടിലേക്ക് ആളുകൾ വന്ന് ബൈക്ക് മോഷ്ടിച്ചു പോകുന്നു എന്നതാണ്. പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ മോഷ്ടിക്കുകയാണ്. എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ഇതാണ് സംഭവം. എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കുമ്പോൾ ആ പോകുന്നത് ഇത് അടിക്കാനും കുടിക്കാനുമാണ്. അത്രമാത്രം വളരെ ഗൗരവമായ വിധത്തിൽ ഇത് പിടികൂടുകയാണ്. അങ്ങനെ കാശ് അന്വേഷിച്ച് ഇവൻ ചെല്ലുമ്പോ ഇവന് പണം കിട്ടാതെയാകും. പൈസ കിട്ടാതെയാകുമ്പോ ഈ മാഫിയ ഏജന്റിന്റെ അരികത്ത് ചെന്ന് ഇവൻ പറയും, പല വിധത്തിലുള്ള പണികൾ ഞാൻ എടുത്തു നോക്കി, എനിക്ക് എവിടെ നിന്നും പണം കിട്ടാനില്ല. അപ്പൊ ഏജന്റ് ഇവനോട് പറയും, എന്നാ നീ ഒരു കാര്യം ചെയ്യണം, നീ 3-മതൊരാളെ ഇതിലേക്ക് കൊണ്ടുവന്ന നിനക്ക് ഫ്രീ ആയിട്ട് തരാം, നിനക്ക് വെറുതെ തരാം. അപ്പൊ ഇവന്റെ കൂട്ടുകാരെ ചേർക്കുകയാണ്, ഇവന്റെ കൂടെയുള്ള ആളുകളെ വശീകരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ അവരെ 4, 3, 5 പേരുള്ള ഒരു ഗ്യാങ്ങാക്കി മാറ്റുകയാണ്, ഒരു കൂട്ടായ്മയിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ അവർ ചേർന്ന് പണത്തിന്റെ വഴികൾ അന്വേഷിച്ച് ഇത് കിട്ടാൻ വേണ്ടി എല്ലാം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അങ്ങ് കടന്നു പോവുകയാണ്. ഇതാണ് ആദ്യമായി MDM കണക്ക് പിടിച്ചാൽ നടക്കുന്നത്. പണം അന്വേഷിച്ച് നടപ്പാകും. എവിടെന്നെങ്കിലൊക്കെ പൈസ കിട്ടണം. ചിലപ്പോ പെങ്ങളോട് സ്വർണം ആവശ്യപ്പെടും. ചെറിയ മക്കളുടെ വീട്ടിലുള്ളവരുടെ സ്വർണം അവർ കട്ടുകൊണ്ടുപോകും. എങ്ങനെയെങ്കിലുമൊക്കെ പണം കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം ഇത് നേടിയെടുക്കാൻ. രണ്ടാമതായി വരുന്ന ഒരു ലക്ഷണം വളരെ ഗൗരവമുള്ളതാണ്. നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് ലഹരി നന്നായി അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ 2 ദിവസത്തേക്ക് എഴുന്നേറ്റില്ല എന്ന് വരാം. ഉറങ്ങുകയാണെങ്കിൽ ഉറക്കം തന്നെ, അവൻ എഴുന്നേൽക്കൂല. ഭക്ഷണവും വേണ്ടി വരില്ല, വെള്ളവും വേണ്ടി വരില്ല. ആ ഉറക്കിലും അന്നവും ഇല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ നിരന്തരമായ ഉറക്കിലൂടെ അങ്ങനെ കടന്നു പോകും. പിന്നെ ഒന്ന് എഴുന്നേറ്റാലോ
2 ദിവസത്തേക്ക് പിന്നെ അവന് ഉറക്കം എന്ന് പറയുന്ന സംഗതിയെ ഉണ്ടാവുകയില്ല. രാത്രിയും പകലും ഒരേപോലായി അങ്ങനെ നടക്കുക. ഈ അവസ്ഥയിലേക്ക് അവനായി മാറുന്നു. അനിയന്ത്രിതമായ വിധത്തിലുള്ള ഉറക്കം അവനെ പിടികൂടും. എവിടെയെങ്കിലും ഒന്ന് ചെന്ന് കടന്നാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ദിവസങ്ങൾ എടുക്കുമെന്നാണ്. ഇത് അടിമപ്പെട്ടു പോയ ഒരാളിനുണ്ടാകുന്ന രണ്ടാമത്തെ അടയാളം ഇതാണ്. മൂന്നാമതായി പറയുന്നു ഈ ലഹരി ഒരാളുടെ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ, ഈ ലഹരി ഒരാളുടെ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ മൂന്നാമതായി അയാളിൽ സംഭവിക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. അത് അവൻ അക്രമിയായി മാറും, പരാക്രമങ്ങൾ ചെയ്യുന്ന ആളായി തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു തന്ന അതേ അവസ്ഥയിലേക്ക് അവനങ്ങ് അധപതിക്കും. വാപ്പയാരാണ്, ഉമ്മയാരാണ്, മക്കളാരാണ്, കുടുംബമേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് അവന്റെ ബോധം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അവൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങും. അവന്റെ ഉള്ളിലുള്ള പഴയതൊക്കെ ഒരു ഭ്രാന്തനെ പോലെ അവനങ്ങ് നിരന്തരം പറയാൻ തുടങ്ങുമെന്നാണ്. അപ്പൊ ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ചിലപ്പോൾ പ്രവാചകന്മാരെ കഥകളൊക്കെ പറയും. മൂസാ നബിനെ പറയും, ഈസാ നബിനെ പറയും, മുഹമ്മദ് നബിയെ പറയും. അപ്പൊ ആളുകൾ വിചാരിക്കും ഇവൻ ഏതോ ത്വരീക്കത്തിൽ പോയിട്ട് ആകെ ബോധം പോയിക്കാണ്. നേരെ ഏതെങ്കിലും ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മന്ത്രിക്കും. ഇതുണ്ടായ സംഭവമാണ്. വീഡിയോ സഹിതം മാധ്യമങ്ങളിലൂടെ വന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ലഹരി കേസിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതി നല്ല ഉപദേശം, എന്താ വഴന്ന് ആയത്തും ഹദീസൊക്കെ ഓതിയിട്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മലയുടെ മുകളിൽ ഒരു വീടിന്റെ ഉള്ളിൽ മദ്യപാനം നടക്കുകയാണ്. ആരുടെ കാലമാണെന്ന് ഓർക്കണം. ഉമറിന്റെ ചാട്ടവാത് പേടിച്ചുകൊണ്ട് ആളുകൾ നന്നായിരുന്ന കാലമാണ്. ഉമറിന്റെ അടി പേടിച്ചുകൊണ്ട് മനുഷ്യർ നന്നായിരുന്ന ഒരു കാലമാണ്. എല്ലാ കാലത്തും ആളുകൾക്ക് അടി എന്ന് പറയുന്ന സാധനം പേടിയാണ്. ഈ അടി എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. കുട്ടി ഒന്നൊന്ന് മുങ്ങിയാൽ ആരാണ് എൻ്റെ കുട്ടിനെ തച്ചത് എന്ന് ചോദിച്ച് ലഹളയായി ജാഥയായി. എന്തിന് കിട്ടി എന്ന് ചോദിക്കൂല. പണ്ട് ഞങ്ങളെ സ്ഥാപനത്തിൽ ഒരു കുട്ടി രക്ഷിതാവിനെ വിളിച്ചു പറഞ്ഞു, പാപ്പ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നതിന് പൊതിരെ തല്ല് കിട്ടി. എനിക്കിനി ഒരു നിമിഷം പോലും ഈ സ്ഥാപനത്തിൽ നിൽക്കാൻ പറ്റൂല. രക്ഷിതാക്കളൊക്കെ കൂടി വന്ന് എന്ത് പണിയാ കാണിച്ചതൊന്ന് പടിഞ്ഞാറേക്ക് നോക്കിയാണോ എൻ്റെ കുട്ടീനെ ഈ ജാതി അടി അടിച്ചത്. അപ്പോൾ 15 അടി ഉയരമുള്ള മതിലിൻ്റെ മുകളിൽ 9 വയസ്സുകാരൻ ഇരുന്ന് പടിഞ്ഞാറേക്ക് നോക്കിയാണ് ഈ അടി കിട്ടിയത്. ഈ 15 അടി ഉയരല്ല മതിലിനെ പറ്റി ഇവൻ പറഞ്ഞിട്ടില്ല, ഖിബിലക്ക് നോക്കിയിരുന്ന് ഈ അടി കിട്ടിയെന്നേ പറഞ്ഞു. ഇതാണ് അവസ്ഥ. എന്തിന് കിട്ടി എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. വീട്ടിലെങ്ങനെയാണ് ശിക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല. വയനാട് ജില്ലയിൽ 10-15 കൊല്ലം അന്തസ്സായി ജോലി ചെയ്ത ഒരു അധ്യാപകനെ നിസ്സാരമായ ഈഗോയുടെ പ്രശ്നത്തിന്റെ പേരിൽ ഒരു രക്ഷിതാവ് പോക്സോ കേസിൽ പെടുത്തി 3 കൊല്ലം അയാൾ ജയിലിൽ കിടന്നു. 3 കൊല്ലം വേണ്ടി വന്നു. ഈ മനുഷ്യൻ നിരപരാധിയാണെന്നറിയാൻ. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വളരെ വൈകാരികമായിട്ട് എല്ലാ അധ്യാപകന്മാരോടൊരു ഉപദേശം കൊടുക്കാൻ, പൊന്നു സാറന്മാരെ, നിങ്ങൾ ആ പുസ്തകത്തിലുള്ളത് അതേപോലെ പറഞ്ഞു കൊടുക്കുക എന്നതല്ലാതെ മുമ്പിൽ കൊലപാതകം നടന്നാലും കമാ എന്നൊരക്ഷരം മിണ്ടാൻ പോകരുത്. ഇതങ്ങനത്തെ കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകട്ടെ. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ഒരാൾ ഒറ്റക്ക് പലതും പിച്ചയും പിഴയും പറയാൻ തുടങ്ങുന്നതാണ്.
തോന്നിയതുപോലെ അവനങ്ങ് സംസാരിക്കാൻ തുടങ്ങും, തോന്നിയതുപോലെ ആകാൻ തുടങ്ങും. ആ പരാക്രമങ്ങളും കൊലപാതകങ്ങളും കൊള്ളയും വഞ്ചനയും എല്ലാം അവനങ്ങ് തുടങ്ങുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇങ്ങനെ വലിയ ഒരു ഒച്ചപ്പാടും ബഹളവും പാട്ടും ഡാൻസും കൂത്തുമായി ഒരു മതിലിന്റെ ഉള്ളിൽ, ഒരു കുടിലിന്റെ ഉള്ളിൽ ഇങ്ങനെ മദ്യപിച്ച് വല്ലാത്ത ഒരു ലഹരിയുടെ അഴിഞ്ഞാട്ടം നടക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കാണുകയാണ്. രോഷാകുലനായ ഉമർ തങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്. മതിൽ ചാടിക്കടന്ന് അവര് നേരെ മുന്നിൽ ചെന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ശത്രുവേ, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോ ഈ മദ്യപാനി പറയാണ്, ഉമറേ പെട്ടാ നിൽക്ക്, ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളിപ്പോ 3 തെറ്റാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, നോക്കണം. എന്നിട്ട് അയാൾ ആയത്തോതാണ്, ലാ തദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. പടച്ചോൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിലേക്ക് വരുമ്പോ മതിൽ ചാടി വരരുത്, മുന്നിലൂടെ വരണം. ഉമറേ, മതിൽ ചാടിയത് നന്നായില്ല. രണ്ടാമത്, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിച്ചിട്ടേ വരാവൂ. ഉമറേ, നിങ്ങൾ അനുവാദം ചോദിച്ചിട്ടില്ല, 2 തെറ്റ് നിങ്ങൾ ചെയ്തു. മൂന്നാമതായി നിങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ ശത്രുവേ എന്നാണ് എന്നെ വിളിച്ചത്. ഞാനും പടച്ചോനും തമ്മിൽ ഒരു ശത്രുതയില്ല, ഞാനും എന്റെ റബ്ബും തമ്മിൽ ഒരു ശത്രുതയില്ല, പിന്നെ എന്തിന് നിങ്ങൾ എന്നെ അത് വിളിച്ചു? ഒരാളെ അയാളെ പേരല്ലാത്ത ഒന്നും വിളിക്കരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് കള്ളുകുടിയൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് ഒന്നും പറയാതെ നടന്നു പോകുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് മാത്രം ഓതിയത് കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോരുകയാണ്. അതാണ് പരസ്പര ബോധവും ബന്ധവും ഇല്ലാത്ത, ഒരാളെയും പേടിയില്ലാത്ത, ഏത് രീതിയിലുള്ള സംസാരങ്ങളിലേക്കും അങ്ങ് കടന്നു പോകുന്ന അവസ്ഥ കാണാം. ഈ മിനിയാന്നാണ് എറണാകുളം ജില്ലയിൽ ഒരു പ്രതിയെ പിടിച്ചു കൊണ്ടുവന്ന് അയാൾക്ക് സ്ഥലകാലബോധമില്ലാതെ മുന്നിൽ നിൽക്കുന്ന പോലീസുകാരനെ തന്റെ കാമുകയാണെന്ന് കരുതിയിട്ട് അയാളെ ചെന്ന് ചുംബിക്കാൻ നോക്കുന്നു, കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു, അയാളോട് കുശലാന്വേഷണം പറയുന്നു. എന്റെ കയ്യിൽ മൊബൈൽ ഫോണൊന്നുമില്ല, പക്ഷെ കൈ ഉയർത്തിയിട്ട് സെൽഫി എടുക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകൾ ഇതൊരു ലഹരിയുടെ ആളിൽ നിന്നാണ് സംഭവിക്കുക. അതുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫജ്തനിബൂഹു, നിങ്ങൾ അകന്നു പോകണം, അതിനോട് അടുക്കുകയേ ചെയ്യരുതേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഇങ്ങനെ ഒരു ലഹരിയുടെ വിഷക്കെണിയിലേക്ക് നമ്മളുടെ മക്കൾ അകപ്പെട്ടു പോകാതെ ഇരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അവന്റെ ഉള്ളിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ മനോഹരമായ ആശയങ്ങളെയും ലക്ഷ്യങ്ങളെയും നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. നല്ലതുപോലെ ഒരു കുട്ടിയുടെ ഉള്ളിൽ അള്ളാഹുവിന്റെ ദീനങ്ങ് പതിയണം. അവന്റെ ഹോബിയാകണം. ബാങ്ക് കേട്ടാൽ നിസ്കരിക്കുക എന്നത് ഹോബിയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സ്വഭാവം അവനിൽ വേണം. ഇലാഹായ റബ്ബിന്റെ വഴികളിലേക്ക് വഴി നടക്കുന്ന സന്താനമായ ഒരു കുട്ടി ഉള്ള പ്രായത്തിൽ മാറിയില്ല എങ്കിൽ പിന്നെ അവന് കിട്ടുകയില്ല. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മളുടെ കൈ പിടിച്ച് നടക്കുന്ന ആ ഒരു സമയത്ത് മക്കളെ നമ്മൾ കൈക്കലാക്കണം. അവർക്ക് ഉള്ളിലേക്ക് ദീന് ആഴ്ന്നിറങ്ങി പരിശുദ്ധ ദീനിന്റെ അകക്കാമ്പുകൾ മുഴുവനും മനസ്സിലാക്കി
തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു ബോധത്തിലാവണം അവർ പ്രായപൂർത്തിയാവേണ്ടത്. അപ്പൊ നമ്മുടെ മക്കൾ രക്ഷപ്പെടും. ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള കെണിയിലേക്ക് അവൻ അകപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാ കുട്ടികളിലും നമ്മൾ അവരെ ആയോധനകലയും കായികക്ഷമതയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും വേണം. കുട്ടികളെ കൊണ്ട് മുറ്റത്ത് കളിപ്പിച്ചേ മതിയാകും. അവര് മണ്ണിൽ ഇറങ്ങി കളിക്കണം, ഇന്റർലോക്കിലല്ല. പാടത്തും വരമ്പത്തും പണ്ട് നമ്മൾ ബാറ്റും മുട്ടിയൊക്കെ കളിച്ചിരുന്നത് പോലെ അവര് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ബോളും പന്തും തട്ടിയിട്ടുള്ള കളികൾ തുടങ്ങണം. അതിന് കുട്ടികളെ നന്നായി പ്രോത്സാഹിപ്പിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ ആയോധന മക്കളെ പരിശീലിപ്പിക്കണം. എന്താണ് കരാട്ടയും കുംഫുവും എന്ന് മക്കളെ പഠിപ്പിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായപൂർത്തിയായ കുട്ടികളെ ആദ്യം പരിശീലിപ്പിച്ചത് അമ്പെയ്ത്തായിരുന്നു. ഫസ്റ്റ് പഠിപ്പിച്ചത് അമ്പെയ്ത്താണ്. എങ്ങനെ ഉന്നം നോക്കിയിട്ട് അമ്പ് ചെയ്യാം. രണ്ടാമത് കുന്തമെടുത്തിട്ട് യുദ്ധക്കളത്തിൽ പോരാടാനുള്ള കഴിവാണ്. നമ്മൾ മനസ്സിലാക്കണം, അലി റളിയല്ലാഹു അൻഹു ഒക്കെ 14-ാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിന് മുന്നിൽ നിന്ന് ആ യുദ്ധം നയിച്ച ആളാണ്. 14 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ എവിടെ എത്തിയത്? എന്തിന്? ഫലസ്തീനിൽ നമുക്ക് കാണാം, 4 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ കല്ലാണ്. ആ കുട്ടിയുടെ ഉള്ളിൽ മസ്ജിദുൽ അഖ്സ എന്ന അഭിമാനമായ സുന്ദരമായ പള്ളിയുണ്ട്. ആ പള്ളി രക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമാണ്. എന്നെ തലോടേണ്ട ഉപ്പയും ഉമ്മയും രക്തസാക്ഷിയായി പോയത് ഈ പള്ളിയുടെ മോചനത്തിനാണ്. എനിക്കൊരു കല്ലെടുത്തെങ്കിലും ഞാൻ അതിനെ പ്രതിരോധിക്കണമെന്ന ബോധത്തിലേക്ക് ആ കുട്ടി വളർന്നത്. ആ കുട്ടിയുടെ പരിസരം അങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിലെ പരിസരം എന്താ? ഒരു കുട്ടിനെ കൊണ്ട് വിറക് കീറിക്കൂല, തേങ്ങ പുതിപ്പിക്കൂല, അവനെ ഒന്നും നമ്മൾ ചെയ്യിപ്പിക്കില്ല. അവന് സമയമാകുമ്പോൾ വിളിച്ചു വരുത്തി നമ്മൾ വാരി കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കും. സ്വന്തം ഡ്രസ്സ് അലക്കിപ്പിക്കൂല. അതേപോലെ ഒരു പണിയും മക്കളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കില്ല. അത് നമ്മളുടെ ഒരു സ്നേഹമാണ്. അതല്ല സ്നേഹം, അതല്ല സ്നേഹം. അവർ കളിക്കേണ്ട പ്രായത്തിൽ ശരിയാവണ്ണം കളിക്കണം. അല്ലാതെ മൊബൈൽ ഫോണും കൊടുത്ത് ഒരിടത്തിരിക്കലല്ല. ആ ഫോണിലാണ് അവരുടെ ചിന്തകളെങ്കിൽ അത് പെട്ടെന്ന് തകിടം മറിഞ്ഞു പോകും. പുതിയ ഒരു കണക്ക് പറയുന്നത് 2 വയസ്സ് വരെ കുട്ടികൾ സ്ക്രീനിൽ നോക്കുകയേ ചെയ്യരുത് എന്നാണ്. സ്ക്രീനിൽ അവർ കാണരുത്. TV ആണെങ്കിലും ഫോണാണെങ്കിലും 2 വയസ്സ് വരെ കുട്ടി അത് കാണുകയേ ചെയ്യരുത്. ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ പോലും കുട്ടിയുടെ മുന്നിലേക്ക് അത് കാണിച്ചു കൊടുക്കണ്ട. ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് കാണിക്കണമെന്ന് പുതിയ കാലത്തെ പഠനങ്ങൾ പറയാ. അങ്ങനെ 2 വയസ്സിന്റെ ഉള്ളിൽ സ്ക്രീന് നോക്കിക്കൊണ്ട് ജീവിതം തുടങ്ങുന്ന ഒരു കുട്ടിയുടെ ബുദ്ധി വികസിക്കുകയില്ല. അവന് പ്രതിരോധ ശേഷി വളരുകയില്ല. ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ അവനെ കൊണ്ട് കഴിയൂല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഒരു പ്രായത്തുമ്പോ മുകളിൽ നിന്ന് ആ പാത്രം എടുത്താന്ന് പറയുമ്പോ എത്ര നോക്കിയാലും ആ പാത്രം കാണൂല. അങ്ങനത്തെ അവസ്ഥ വരും. കുട്ടിനോട് പറയാണ് റൂമിൽ നിന്ന് അത് എടുത്തു കൊണ്ടുവന്നാന്ന് പറയുമ്പോ ഇവ റൂം മൊത്തം തെരഞ്ഞാലും ആ പറഞ്ഞ സാധനം കിട്ടൂല. അതെന്തുകൊണ്ടാ? ഒരു സാധനം കാണാനും റീഡ് ചെയ്യാനുമുള്ള മനുഷ്യന്റെ മനസ്സിലുള്ള മെമ്മറിയുടെ കഴിവ് ഈ കാണുന്ന സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് കണ്ണിലൂടെ കയറി അവന്റെ തലച്ചോറിനെ ദുർബലമാക്കി നശിപ്പിച്ചു കളയുമെന്ന് ഇന്നത്തെ പഠനങ്ങൾ പറയാം. 5 വയസ്സ് വരെ ഒരു കുട്ടി ഒരു ദിവസം ഒരു കാരണവശാലും 2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീന് കാണാനേ പാടില്ല എന്ന്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയണം, ഷോർട്സ് റീൽസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് നമ്മുടെ ഫോണുകളിൽ.
ഇത് കുട്ടികൾ കാണുകയേ ചെയ്യരുത്. ഒരു 30 സെക്കൻഡിന്റെ വീഡിയോ ഫലസ്തീനിനെ കുറിച്ചാണെങ്കിൽ അപ്പം നമുക്ക് സങ്കടം വരും. എന്താണ് ഈ കാണുന്നത്? കണ്ണിന്ന് കണ്ണുനീര് വരും. അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു കോമഡി ആയിരിക്കും, അപ്പം ചിരിയും വരും. അതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ആക്സിഡന്റ് ആക്കാരം, അപ്പം പേടി വരും. അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിൽ കാണുന്നത് എവിടെയെങ്കിലുമൊക്കെ നല്ല 1-ാം തരം മന്തി കിട്ടണതാക്കാരം, അപ്പോൾ ഫുഡിനോടൊരു താല്പര്യം വരും. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ താല്പര്യങ്ങളെ തടച്ചിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള അവന്റെ വികാരങ്ങൾ ഇങ്ങനെ മാറി മറിയുമ്പോ അത് അവന്റെ ഉള്ളിൽ ഒരു നിശ്ചലാവസ്ഥ കൊണ്ടുവരുമെന്നാണ്. വളരെ നമ്മൾക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണ്. നമ്മൾ അനക്കാൻ പോകുമ്പോൾ ഫോൺ കൊടുക്കും, ഇവന്റെ ശല്യം ഒന്ന് തൽക്കാലത്തേക്ക് 2 മണിക്കൂർ അടങ്ങി കിട്ടുമല്ലോ, ഇതാ എവിടെങ്കിലും പോയിരുന്നു എന്ന് പറയും. അപ്പൊ അൽഹംദുലില്ലാഹ് പിന്നെ ഒരു 6 മണി നേരത്തേക്ക് നോമ്പുറക്കോളം അവനെ കൊണ്ട് ഒരു ശല്യമില്ല. ആ ശല്യം ഇപ്പൊ ഇല്ലാന്നേ ഉള്ളൂ, ഭാവിയിൽ ഗൗരവമായ ശല്യമായി തീരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സ്വന്തം കുഞ്ഞിനെയും പിടിച്ച് എല്ലാ കണ്ണാശുപത്രിയിലും കയറേണ്ടി വരും. എല്ലാ മനുഷ്യന്റെ മനസ്സിനെ റീഡ് ചെയ്യുന്ന മെന്റൽ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ കയറേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളിങ്ങനെ പറയും, നിപ്പിൽ അങ്ങ് കുഴഞ്ഞു വീഴുന്നു. ഡോക്ടറെ അടുത്ത് ചെന്നാല് ECG സ്കാനിങ്ങും എല്ലാം ഒലക്കിയെടുത്ത് നോക്കിയാലും ഒരസുഖം ഉണ്ടാവില്ല. പക്ഷേ ആളിങ്ങനെ കുഴഞ്ഞു വീഴുന്നു. എന്താ കാരണം? എന്താണതിന് കാരണം? അവൻ ചെറിയ പ്രായത്തിൽ സ്ക്രീന് നോക്കി വളർന്നു. അതന്നെ അതിൻ്റെ കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നല്ലതുപോലെ ചിന്തിച്ചു നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ. ലോകത്ത് ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ മക്കളൊന്നും ഇത് കാണുന്നില്ല. എന്തിനേറെ ഫേസ്ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ആളുടെ മക്കൾ ഇതേവരെ അത് ഉപയോഗിച്ചിട്ടില്ല. മലപ്പുറത്ത് ഒരു ഹോട്ടലിന്റെ ഉടമ എന്നോട് പറഞ്ഞു, 5 സ്റ്റാർ ഹോട്ടലാണ്, നല്ല 1-ാം തരം ഭക്ഷണം കിട്ടണ ഹോട്ടലാണ്. ആ ഹോട്ടലിന്റെ ഉടമ എന്നോട് പറയാണ്, ഇത് തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി, ഞാൻ ഇതേവരെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ ചോറും ചാറും ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരില്ല. ദയവേത് ഉസ്താദിന്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കരുത്. ഇതാണ് അവസ്ഥ. ഇത് ഈ ഫോൺ ഉണ്ടാക്കുന്നവരൊന്നും അവരെ മക്കൾക്ക് അത് കൊടുക്കൂല. അവർക്കറിയാം എത്ര അപകടത്തിന്റെ ഉള്ളിലുണ്ട്. അതങ്ങനെയാണ്. ആനാന്റെ മക്കള് ചാവുന്നതും ഇടങ്ങേറാകുന്നതും കാണാനേ ഏതൊരാൾക്കും താല്പര്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പ്രായത്തിന് മക്കളെ നമ്മൾ പുറത്തേക്ക് വിടണം. അവര് കളിക്കണം, അവര് നാട് ചുറ്റണം, കാണണം. നമ്മൾ അവരെ സാധ്യമാക്കണതിന് അതിന് ഏറ്റവും നല്ല ഐഡിയ അവരെ റസൂലുള്ളാഹി തങ്ങൾ അമ്പെയ്ത്ത് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് അതിന് സമാനമായ ആയോധന കല പരിശീലിപ്പിക്കണം. 4-5 വയസ്സെത്തുമ്പോ നമ്മുടെ നാടുകളിൽ അത് സുലഭമാണ്. അവിടങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ വിട്ടാല് SSLC തോറ്റാലും ആ കുട്ടി ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കൂല എന്നാണ്. കാരണം ഇവന്റെ ഉള്ളിൽ പ്രതിരോധ ശേഷി എന്ന് പറയുന്ന ഒരു സംഗതി, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ആത്മബലം ഈ കരാട്ടയിലൂടെയും കുംഫുവിലൂടെയും അവന് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കും, പഠിച്ചോനെ ഇതൊക്കെ പഠിച്ചാല് ഇവന്റെയൊക്കെ ഒരു ചവിട്ട് കിട്ടിയാൽ പിന്നെ ഒരു മൂലയിൽ കിടക്കേണ്ടി വരുന്നു. ഇത് പഠിച്ചാൽ അവൻ അറിയാം എവിടെ ചവിട്ടണം, എവിടെ ചവിട്ടാതിരിക്കണം, ആരെ ചവിട്ടണം, ആർക്കിത് കൊടുക്കാതിരിക്കണം. നാടൻ തല്ലാണ് ഏറ്റവും വലിയ ഇടങ്ങേറ്. ഇത് പഠിച്ചവരിൽ നിന്ന് കിട്ടുമ്പോൾ അത് ആ കിട്ടുന്ന നേരത്തെ ഇടങ്ങേറുണ്ടാവുള്ളൂ. പക്ഷെ അത് അങ്ങനെ ഇങ്ങനെയും കിട്ടൂല. അതാണ് അവർക്ക് ശരീരത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ പറ്റും. അവർക്ക് ഏതൊക്കെ വിധത്തിലാണ് ശാരീരിക ക്ഷമത എന്നറിയാൻ പറ്റും. അപ്പൊ അവർക്ക് തിരിച്ചറിയാൻ പറ്റും, ഈ സാധനം എൻ്റെ ഉള്ളിലേക്ക് എത്തിയാൽ ഇന്നത്തോടുകൂടി എൻ്റെ എല്ലാം നഷ്ടമാകും. ഈ മക്കള് ആരാധിക്കുന്ന കളിക്കാർ അവരാരും മദ്യപിക്കുന്നില്ലല്ലോ. അവരാരും ഈ രീതിയിലുള്ള ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. കാരണം പിന്നെ അവർക്ക് ഫീൽഡിൽ കളിക്കാൻ ഇറങ്ങാൻ പറ്റൂല. ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു താരമുണ്ടെങ്കിൽ
ആ താരമായി നിലനിൽക്കണമെങ്കിൽ അയാള് ദിവസത്തിൽ 16 മണിക്കൂറും അയാളെ ശരീരം നന്നാക്കാനാണ് സമയം ചെലവഴിക്കുന്നത്. അയാൾക്ക് നമ്മളിങ്ങനെ ചിക്കൻ ബിരിയാണി മന്തി കൊണ്ടേ കൊടുത്താൽ ഒക്കെ കൂടി അയാൾ കഴിക്കൂല. അയാൾ ഓരോ എല്ലും പതിരും വേർതിരിച്ച് തൻ്റെ ശരീരത്തിന് ഇത് ഗുണം ചെയ്യോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അങ്ങനെ കാത്തു സൂക്ഷിച്ചാണ് ആ ശരീരം അയാൾ കൊണ്ടടക്കുന്നത്. അയാളുടെ മുമ്പിൽ ലഹരി എന്ന് പറയുന്ന സാധനം വളരെ 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 ശിശുവായിരിക്കും. അതുപോലെയാണ് അത് കുട്ടികൾക്കത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ഈ കഥ പറഞ്ഞ് മനസ്സിലാവണില്ലെങ്കിൽ ഈ കഥ പറഞ്ഞു കൊടുക്കുക. അതാണ് അതിൻ്റെ ഇത്. ഇന്നലെ ഞാൻ പറഞ്ഞു ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന ആള് ലോകത്ത് ഓട്ടക്കാരിൽ ഒന്നാമനായി തീർന്നത് സ്വന്തം ഉമ്മാക്ക് 8 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് 2 ചുമലിൽ 4 തൊട്ടിപ്പാത്രം നിറയെ വെള്ളം ഒരു ദിവസം 10 തവണ കൊണ്ടുകൊടുത്ത ആ ഉരുക്കിന്റെ ശരീരം കൊണ്ടാണ് അയാൾ ഓടിയത്. അപ്പൊ അയാൾ വലിയ മഹാനായ ഓട്ടക്കാരനായി. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആള് പന്ത് തട്ടാൻ ഇറങ്ങിയത് ആകെ ഉമ്മാക്ക് നല്ല ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ്. വാപ്പ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാവരും നാട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് നിരാകരിക്കപ്പെട്ടപ്പോ ഈ വാപ്പായ ലോകത്തിന്റെ മുമ്പിലൊന്ന് തലകുനിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് അയാൾ പന്ത് തട്ടാൻ ഇറങ്ങിയത്. ശതകോടിക്കണക്കിന് ഡോളർ വരുമാനമുള്ള ആ മനുഷ്യൻ വലിയ അന്തസ്സിലാണ് അയാളെ കുടുംബത്തെ കൊണ്ടു നടക്കുന്നത്. അവരെയാണ് കുട്ടികളോട് അവരിലുള്ള ഈ നല്ല സ്വഭാവത്തെ മാതൃകയാക്കാൻ പറയണം. അപ്പൊ അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ 1-ാം നമ്പർ ഫഖീഹാൻ, വലിയ ആലിമാണ്. ഷാഫി ഇമാമിന് നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഓരോ വലയങ്ങൾ വട്ടം കെട്ടിയിട്ട് ഒട്ടകത്തിന്റെ കഴുത്തില് വട്ടം ചുറ്റിയിട്ട് വട്ടങ്ങൾ ഇങ്ങനെ കുറെ തൂക്കിയിട്ട് അതിലെ ഓരോന്നിലേക്കും വളരെ കൃത്യമായി അമ്പ് ചെയ്ത് വിജയിക്കുമായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കുതിരപ്പുറത്ത് റൗണ്ട് ചുറ്റിയിട്ട് അമ്പെയ്യുമായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു കൈ കൊണ്ട് കുതിരയുടെ ചെവിയും മറ്റേ കൈ കൊണ്ട് തന്റെ ചെവിയും പിടിച്ച് കുതിരയെ കൊണ്ട് ഡ്രിഫ്റ്റ് കളിക്കുമായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഈ കളിയും ആയോധന കലയും കായികക്ഷമതയും നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. പിന്നെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ മഹാമാരിക്കെതിരെ നമ്മൾ രംഗത്തിറങ്ങിയാലല്ലാതെ നമ്മുടെ നാട് രക്ഷപ്പെടുകയില്ല. ഒരു രക്ഷിതാവ് വിചാരിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ MDMA എന്ന് പറയുന്ന ഈ മാരകമായ ലഹരിക്ക് വാസനയില്ല, അതിന് പ്രത്യേകമായ സ്വഭാവങ്ങളില്ല. അത് തിരിച്ചറിയുന്നത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് മിനിമം 1 വർഷമെങ്കിലും കഴിഞ്ഞാൽ മാത്രമാണ്. അപ്പോഴേക്ക് ക്യാൻസർ 4ാമത്തെ സ്റ്റേജിലെത്തിയ അവസ്ഥ ആയിട്ടുണ്ടാകും. പിന്നീട് ഒരിക്കലും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടില്ല. ഒരാളും ജീവിച്ചിട്ടുമില്ല. 3 രീതിയിൽ അവർ മരണപ്പെടുമെന്നാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം പറയുന്നത്. ഒന്നുകിൽ വളരെ പെട്ടെന്ന് അവരുടെ ജീവിതമങ്ങ് ആത്മഹത്യയിലൂടെ അവസാനിപ്പിക്കും. അവർ അവസാനിപ്പിക്കും. ആ ആത്മഹത്യ കയറിൽ തൂങ്ങിക്കൊണ്ട് തന്നെ ആവണമെന്നില്ല. ഒരു വണ്ടിയുടെ അടിയിൽപ്പെട്ടാവാം, ട്രെയിനിൽ നിന്ന് ചാടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ ചെന്നിട്ട് തിരിച്ചു കുത്തേറ്റു വാങ്ങിയിട്ടാവാം. ലഹരിക്കാരൻ മരിക്കുകയാണെങ്കിൽ 3-ാമതൊരു മരണത്തിൽ 1 മരണം ആത്മഹത്യയിലൂടെയായിരിക്കും എന്ന് ഇന്നത്തെ കണക്കുകൾ പറയാണ്. 2-ാമതൊരു മരണം അവനിൽ വരുന്നത് ഇത് ഉള്ളിലേക്ക് ഒരു നിശ്ചിത അളവിന്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് പിന്നെ മൂത്രമൊഴിക്കാൻ കഴിയൂല എന്നാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്താ? സമയത്ത് മുട്ടുമ്പോൾ ഇരുന്നു കൊടുത്താൽ നമുക്കത് ഒഴിവാക്കി കളയാൻ കഴിയുന്നു എന്നതാണ്. അത് ഇല്ലെങ്കിൽ നമ്മളത് തിരിച്ചറിയും. നമ്മളിങ്ങനെ പോകുന്നു, പോയി കാര്യം സാധിക്കുന്നു, സാധിച്ച ഉടനെ തിരിച്ചു വരുന്നു. അപ്പൊ നമുക്ക് ഈ നിഅമത്തിന്റെ വിലയും വലുപ്പവും നമ്മൾ മനസ്സിലാക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഞാൻ അറിയുന്ന 75 വയസ്സുള്ള വളരെ പ്രായം ചെന്ന ഒരു പ്രിയപ്പെട്ട വാപ്പുണ്ടായിരുന്നു. ആ വാപ്പാക്ക് 2 മക്കളാണ്. ഈ വാപ്പാക്ക് കിഡ്നിക്ക് അസുഖം വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, വാപ്പ വെള്ളം കുടിക്കുന്നത് പ്രത്യേകം സൂക്ഷിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. നല്ല ഒന്നാന്തരം വീടാ, വീട്ടില് മനോഹരമായ കാറുകളാ, ലോകത്തെ ഏത് പഴവും ജ്യൂസ് അടിച്ചു കുടിക്കാൻ അവർക്ക് സൗകര്യമുണ്ട്. ആ വീട്ടിൽ ഈ വാപ്പ ഫ്രിഡ്ജ് തുറക്കുന്നതും അടുക്കളയിൽ പോകുന്നതും മക്കളും മരുമക്കളും നോക്കിയിരിക്കുക. എന്താ കാരണം? വാപ്പ വെള്ളം കുടിച്ചാൽ പിറ്റേന്ന് ഹോസ്പിറ്റലിലാണ്. സുബ്ഹാനല്ലാഹ്. സ്വന്തം മക്കൾക്ക് വാപ്പാക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ തോന്നുമോ? പക്ഷെ വാപ്പായുടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി മക്കൾ വെള്ളം കൊടുക്കാതിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞേക്കാണ്, കൊടുത്താൽ വാപ്പാക്ക് മൂത്രമൊഴിക്കാൻ പ്രയാസാണ്, കിഡ്നി വർക്ക് ചെയ്യൂല. അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ പള്ളയെ കുത്തി തുളച്ച് പുറത്തെടുത്ത് കളയേണ്ടി വരും. അങ്ങനെ ദാഹിച്ച് പരവശനായി ഈ മനുഷ്യൻ അങ്ങ് ഒരു ദിവസം ആരും കാണാതെ വെള്ളം കുടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് നിന്നതിപ്പിലാകെ വിറച്ച് കിടപ്പിലായി. നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർമാര് പറഞ്ഞു, മരുന്ന് കൊടുത്തു നോക്കാം, പോകുമോ നോക്കാം, 24 മണിക്കൂർ പ്രത്യേകമായി ഒന്ന് പരിശോധിക്കണം, ഇല്ലെങ്കിൽ വയറ് ഒരു വലിയ തുളച്ച് ആ നീര് മുഴുവനും അങ്ങ് കുത്തിയെടുക്കേണ്ടി വരും. അവസാനം മക്കള് മനസ്സില്ല, മനസ്സോടെ സമ്മതിച്ച് 24 മണിക്കൂർ കഴിഞ്ഞ് അടിവയറ്റില് തുളയിട്ട് 5 ലിറ്റർ നീരാണ് വയറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞത്. ആ വാപ്പ അനുഭവിക്കുന്ന ഒരു മനസ്സമാധാനം എത്രയാണ്! ഈ മക്കള് ചെന്നപ്പോ വാപ്പങ്ങനെ വല്ലാതെ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് കരയാൻ. പൊന്നോമന മക്കള് ചെന്ന് ചോദിച്ചുപ്പാ, സമാധാനയില്ലേ, ഇനി എന്തിനങ്ങളീ കരയുന്നത്? അപ്പൊ പറയാ, 75 കൊല്ലം എൻ്റെ ശരീരത്തിൽ മൂത്രം പോയ ആ നിഅമത്തിന് ഞാനൊരു അൽഹംദുലില്ലാ പോലും പറഞ്ഞിട്ടില്ല. ഇന്ന് എന്നെ കൊണ്ട് അല്ലാഹ് അത് പറയിപ്പിച്ചു. അൽഹംദുലില്ലാ വഫറാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഗബ അന്നി അൽഅദാ വഅഫാനി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലണമെന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലഹരി MDMA ശരീരത്തിലെത്തിയ ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ കഴിയൂല. അവന്റെ കിഡ്നിയും വൃക്കയും മുഴുവനും നുരുമ്പി ഇല്ലാതെയാകുമെന്ന് ശാസ്ത്രം. അങ്ങനെ ഗതികെട്ടവൻ മരിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഡയാലിസിസ് ചെയ്യാൻ കഴിയൂല. ഒരാൾക്ക് കിഡ്നി ഉണ്ടെങ്കിലല്ലേ ഡയാലിസിസ് നടക്കുള്ളൂ. ഇത് ഇല്ലാത്ത ആൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമതൊരു മരണം അവന് സംഭവിക്കുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. സൈലന്റ് അറ്റാക്ക് പോലെ നിന്ന് നിപ്പിലങ്ങ് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം വരുമെന്നാൽ എന്ത് പറ്റിയെന്നറിയില്ല. ഒരു കുഴപ്പമില്ലാത്ത ആളാണ്, ആരോഗ്യവും തടിയും തണ്ടും കണ്ട എന്തോ ഒരു ശരീരാണ്. എന്താ സംഭവിച്ചതെന്നറിയില്ല. നേരം വെളുത്ത് കിടക്കുമ്പോ ആള് മരിച്ച ശരീരത്തിലാകെ ഒരു നീല നിറം. ബാംഗ്ലൂരിൽ പോയിട്ട് ജിമ്മിന് ട്രെയിനറായി ജോലി ചെയ്ത ഒരു സഹോദരൻ നാട്ടിൽ വന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നേരം വെളുത്തപ്പോ എഴുന്നേക്കായിട്ട് മാതാവ് ചെന്ന് നോക്കുമ്പോ കുട്ടിയുടെ കൈയും ശരീരവും ഒക്കെ ആകെ നീല നിറം. മരിച്ചിട്ടുണ്ട്, എത്രയോ മണിക്കൂറായി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ നിബിതങ്ങൾ പറയുന്നു, നല്ല ആഖിബത്ത് കിട്ടാതെ ആഖിറം ആലോചിക്കണ്ട എന്ന് മുഹമ്മദ് മുസ്തഫ. ലഹരിയുടെ ആൾക്ക് നല്ല ആഖിബത്ത് ഈ ദുനിയാവിൽ കിട്ടില്ല എന്ന് എല്ലാവരും പറയാം. അനുഭവിച്ച മുഴുവൻ ആളുകളുടെയും ചരിത്രം അതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. ഒരു സർക്കാരും ഇതിനെതിരെ രംഗത്തിറങ്ങൂല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ രംഗത്തിറങ്ങൂല. എഴുതി വെച്ചോളി. കാരണം അവരൊക്കെ ഭരണത്തിൽ നിലനിൽക്കുന്നത് ലഹരിക്കാരെ കൊണ്ടാണ്. അവർ കൊടുക്കുന്ന ന്യായമായ പൈസയുടെ ബലത്തിലാണ്. ഈ കള്ള് ഷാപ്പ് നടത്തുന്നവരും
ഈ കഞ്ചാവിൻ്റെ ആളുകളും ഈ സ്പിരിറ്റിൻ്റെ ആളുകളും ഈ ലഹരി കച്ചവടക്കാരും ഇവർ കൊടുക്കുന്ന പൈസയുടെ ബലത്തിൽ മാത്രമാണ് ഇവിടുത്തെ ഗവൺമെന്റും സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ നടന്നു പോകുന്നത്. ഇവരാരും നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കില്ല. ഒരു നിയമവ്യവസ്ഥയും അവർ കൊണ്ടുവരൂല, ഒരു ശിക്ഷയും അവർ നടപ്പിലാക്കൂല. ഒരു സെന്റ് ഭൂമിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആള് വന്നൊക്കെ പൊളിച്ചു കളഞ്ഞു വരും. എന്നാലും ഇങ്ങനെ ഒരു തലമുറ മുഴുവൻ നശിച്ചാലും ഒരാളും തിരിഞ്ഞു നോക്കൂല. അവനവൻ അനുഭവിക്കുക എന്നല്ലാതെ ഒരു കുട്ടി ഒന്ന് ഏങ്ങലടിച്ച് കരയാൻ പോലും കൂട്ടത്തിൽ ഒരാളെയും കിട്ടൂല. അങ്ങനെ ഒറ്റപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് റഹീം എന്ന സഹോദരൻ ഇപ്പൊ അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. സ്വന്തം മകനാണ് 5 ആൾക്കാരെ കൊന്നേ. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയെ അങ്ങ് കൊന്നു കളഞ്ഞു. കുഴിമാടത്തിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന തള്ളയോടൊരു മാല ചോദിച്ചപ്പോൾ തരാൻ പറ്റിയില്ല. പിന്നെ എന്തിനെങ്കിലും ജീവിക്കണം, കൊന്നു കളഞ്ഞു. എത്ര നിഷ്ഠൂരമായ കൊലപാതകം. മൂത്താപ്പാനെ കൊല്ലാനുള്ള കാരണം കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഇവനൊക്കെ എങ്ങനെ പെണ്ണ് കെട്ടാനാ? ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന് അയാൾ അന്ത്യം. ആ ചോദ്യം കാരണം. അതുകൊണ്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരൊക്കെ പെരയിലുണ്ടെങ്കിൽ സൂക്ഷിച്ച് വർത്താനം പറയാൻ പറഞ്ഞു. എപ്പോഴാണ് സക്കറാത്ത് വരാന്ന് പറയാൻ പറ്റില്ല. ഒരൊറ്റ വർത്താനം ഇവനൊക്കെ ആര് പെണ്ണ് കൊടുക്കുക, അതിൻ്റെ ഒറ്റ ദേഷ്യം കൊണ്ടാണ് അയാളെ കൊന്നത്. അയാളെ പെണ്ണിനെ കൊല്ലാൻ കരുതിയിരുന്നില്ല. പക്ഷെ ഇത് ഞാരോടേലും പറഞ്ഞാലോ എന്ന് എഴുതിയിട്ട് അതിനെ കൊന്നു. അവസാനം കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് കാമുകിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, നമുക്ക് എവിടേക്കെങ്കിലും പോവാം. ഇങ്ങനെയൊക്കെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനെയും കൊന്നു. നമുക്കിത് തോന്നുമ്പോൾ ചിരി, കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിൽ ഇതിന്റെ ഗൗരവം നമ്മൾ ഒരാളുടെ ഒരു ദിവസമാണ്. ഇതിലേറെ കൗതുകം രാവിലെ 10 മണിയുടെ ഉള്ളിൽ ആദ്യത്തെ കൊലപാതകം നടന്നത്. വൈകുന്നേരം 4:30 മണിക്ക് ഇവൻ ചെന്ന് സ്റ്റേഷനിൽ ഇത് പറഞ്ഞപ്പോഴാണ് ഈ നാട്ടുകാരറിയണത് ആ വീട്ടിലൊരു മയ്യത്ത് രാവിലെ മുതൽ കിടക്കുന്നുണ്ട്. അപ്പൊ എത്ര അയൽവാസികൾ തമ്മിലുള്ള ബന്ധം, എത്ര കുടുംബക്കാർ തമ്മിലുള്ള ബന്ധം. എന്താണ് ഈ വീടിന്റെ വാതിലിങ്ങനെ തുറന്നെടുക്കുന്നത്? ഇത്ര നേരമായിട്ട് ഒരാളെ പുറത്ത് കണ്ടില്ലല്ലോ, ഒന്ന് അന്വേഷിക്കാൻ ഒരാളവിടെ ചെല്ലണില്ലല്ലോ. 4 മയ്യത്ത് ഉണ്ടായിട്ട് ഒരാളും അറിഞ്ഞില്ലാന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതാ പറഞ്ഞു, നമ്മളെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരും വരൂല, പാർട്ടിക്കാരും വരൂല, ആരും സിന്ദാബാദ് വിളിക്കാൻ ഉണ്ടാവൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മളിത് തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കളെ ഭാവിക്ക് വേണ്ടി ദീന് നമ്മൾ കൊണ്ടു നടക്കുക. അതേ ഇതിന് പരിഹാരമുള്ളൂ. ലിബറൽ ചിന്താഗതികൾ വന്ന് തലയിൽ തട്ടിടൂല്ല, നിസ്കരിക്കൂല, ദീനിനെ പരിഹസിച്ച് കളിയാക്കി നടന്ന് അവൻ എഞ്ചിനീയർ ആവണം, MBA പഠിക്കണം, ലണ്ടനിൽ പോകണം, അമേരിക്കയിൽ പോകണം, ഇങ്ങനെ ബാംഗ്ലൂരും മറ്റു നാടുകളിലേക്കൊക്കെ അങ്ങനെ പറഞ്ഞു വിട്ട് ആവശ്യമായ ഒരു മതവിദ്യയും കൊടുക്കാതെ തള്ളിവിട്ടാൽ അവസാനം മയ്യത്തായിട്ട് വീട്ടിലേക്ക് വരേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷ